നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുസ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന വാർത്ത നമ്മുടെ ലൈല ക്രിയേഷൻസിൻ്റെ 15ാമത്തെ സിനിമ സ്വാഹയുടെ റിലീസ് ഇന്നലെ ആയിരുന്നു. നിങ്ങൾക്കറിയാം, കുറേ അധികം സുഹൃത്തുക്കൾ വന്നു. വലിയ സന്തോഷമുണ്ട്. വരാതിരുന്നവർക്ക് വേണ്ടിയും വളരെ ദൂരെയുള്ളവർക്ക് വേണ്ടിയും നിങ്ങളുടെ അഭ്യുദയകാംക്ഷകൾക്കും വേണ്ടിയും ഞങ്ങൾ ഇന്നത്തെ വാർത്തയിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ആ സിനിമയുടെ റിലീസും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടവരുടെ സംസാരവും ഒക്കെയാണ്. നമുക്ക് നാട്ടുപട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. സ്വാഹ പ്രദർശിപ്പിച്ചു. ലൈല ക്രിയേഷൻസിന്റെ ബാനർ ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ 2ാം എഡിഷനിലെ 2ാമത്തെ ചിത്രം സ്വാഹയുടെ ആദ്യ പ്രദർശനം PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം C ബാഡുവിൽ ഉദ്ഘാടനം ചെയ്തു. ഇളമുള്ളൂർ SN/SM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ V അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സിനിമ സീരിയൽ സംവിധായകൻ ശങ്കർ വാളത്തുങ്കൽ, കവി പെരുമ്പഴ ഗോപാലകൃഷ്ണപിള്ള, PMA റഹ്മാൻ, സംവിധായിക LT ധർമ്മ, R തുളസി എന്നിവർ സംസാരിച്ചു. കുണ്ടറയിൽ ഒരു നവ സിനിമാ സംസ്കാരവും ചലച്ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മയും ലൈല പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഒരു വർഷത്തിൽ ഒരു മാസം ഒരു സിനിമ കണക്കാക്കി 12 സിനിമ എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റമാണ്. അത് വർഷത്തിൽ 13 സിനിമ എന്ന ലക്ഷ്യത്തിനും അപ്പുറം എത്തിയതിന് ശേഷം അതിൻ്റെ 2nd എഡിഷൻ ആരംഭിക്കുകയായി. അതിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമാ പ്രദർശനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഈ എല്ലാ മാസത്തെയും സിനിമാ പ്രദർശനങ്ങളിൽ നേരിട്ട് തന്നെ വന്ന് പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വളരെ അടിയന്തരമായി ഒരു മീറ്റിംഗ്, പെട്ടെന്ന് തീരുമാനിച്ച ഒരു മീറ്റിംഗ് ഡൽഹിയിൽ 28ാം തീയതി വിളിച്ചു ചേർത്തിരിക്കുന്നതിനാൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വലിയൊരു കൂട്ടായ്മ എല്ലാ മാസവും ഇപ്പോൾ വേണൂസ് അതിൻ്റെ ഒരു സ്ഥിരം വേദി പോലെയായി മാറി. ലൈല പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ LT ധർമ്മ എഴുതി, തിരക്കഥ രചിച്ച്, സംവിധാനവും സംഗീതവും എഡിറ്റിങ്ങും എല്ലാം നിർവഹിച്ച് ചലച്ചിത്രത്തോട് താല്പര്യമുള്ള ഒരുപറ്റം ആസ്വാദകരുടെ എല്ലാം പിന്തുണയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഈ മാസത്തെ ചലച്ചിത്ര പ്രദർശനത്തിൽ നേരിട്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരെല്ലാം അവിടെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓരോ ചലച്ചിത്രവും സാമൂഹ്യ പ്രസക്തമായ ഓരോ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു. കലാപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അവസാനം കണ്ട സിനിമയിലടക്കം ഇതിൻ്റെ സംവിധായകയായ ധർമ്മ സിനിമ ഫസ്റ്റ് എഡീഷൻ്റെ ഒരു ഘട്ടം മുതലാണ് അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഗംഭീരമായ അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. പറയാതെ പോകുന്നത് ശരിയല്ല. ഗംഭീരമായ അഭിനയമാണ് ഓരോ സിനിമയിലും. ഒന്ന് കഴിയുമ്പോൾ ഒന്നൊന്നായി മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഈ സിനിമാ കൂട്ടായ്മയിൽ നേരിട്ടെത്തവണയില്ലെങ്കിലും അവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും എൻ്റെ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുകയും ഈ 15ാമത് സിനിമയുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. തുളസി നിങ്ങളുടെ ഫ്രണ്ടാണ് എന്നറിയാം. തുളസി എൻ്റെ ഫ്രണ്ടാണ്. 10-40 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഫ്രണ്ടാണ്. എല്ലാവരും വളരെ ജനിക്കുന്നതിന് മുമ്പുള്ള ഫ്രണ്ട്സാണ്. നല്ലൊരു സുഹൃത്താണ്, വിശ്വസിക്കാവുന്ന നല്ലൊരു സുഹൃത്താണ്, ആത്മാർത്ഥമുള്ള സുഹൃത്താണ് തുളസി. തുളസി പറഞ്ഞു ജനലയുടെ നമ്മൾ മാസിക ഇപ്പോൾ നിങ്ങൾക്ക് നമുക്ക് 50 വയസ്സിലുള്ള ഒരുപാട് പേരുണ്ട്. കോമ്പറ്റീഷൻ സക്സസ് കരിയർ മാക്സിമം പറഞ്ഞ കൊല്ലം ഒരു മാക്സിമം അറിയാം. അപ്പോൾ അതിനെ വെല്ലാൻ വേണ്ടിയിട്ടാണ് ജനറലായിട്ട് അത് പറഞ്ഞത്. ഞാൻ തുളസി അനിൽ മുഖത്തല സ്ക്രിപ്റ്റൊക്കെയാണ് സീരിയലിൻ്റെ. പിന്നെ വേറെ 2 പേരെ ചേർന്ന് തുടങ്ങിയ കൊല്ലത്ത് 2 വർഷം നടത്തി. അവസാനം ഞാൻ അതിന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാണ്. പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ടുണ്ട്. ഫിലിം അവിടുത്തെ അനിൽബാബുവിനോട് ഡയറക്ടർ അനിലായിരുന്നു എൻ്റെ കൂടെ പഠിച്ചത്. പിന്നെ മനോജ് ഞാൻ അവിടെ പഠിച്ചാണ്. അവർ 2 പേരും ഇപ്പോൾ ഫേമസ് ആയിട്ട് സിനിമകളുണ്ട്. ജയന്തപ്പള്ളിയുണ്ട്, രാജശേഖരമയില്ല, കുറച്ച് പേരുണ്ട്. അപ്പം ഞാൻ അതിന് ശേഷം ഇങ്ങനെ സിനിമ കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് നേരെ ജനറലായിട്ട് തുടങ്ങി. എന്നോട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിനോട് ഒത്തുകൊണ്ട് പോകാൻ കഴിയുന്നത്.
ഉദാഹരണം നോക്കാം. സായിമാരുടെ കയ്യിൽ രാംജോസ് സ്പീക്കിംഗ് ശേഷം സായിമാർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് പോകും. തേർഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, ഫസ്റ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, സെക്കൻഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. ഫസ്റ്റ് അവിടെ പോയി അതിൽ ചേർന്ന് പിന്നെ സിനിമയിൽ തന്നെയായി. സിനിമയിൽ ആദ്യത്തെ പടം ചെയ്തു നക്ഷത്രകാരായിട്ട് വിദ്യാഭവന ശാലിനി അനിയത്തിഭാവന ചുറ്റിക്കിട്ടതിന് ശേഷം അവർ രണ്ടിൽ അഭിനയിച്ച രണ്ടാമത്തെ സിനിമയാണ് നക്ഷത്രകാര. അതിനുശേഷം അവരെ വെച്ച് ആദ്യമാണെന്ന് ഇന്നസെൻ്റ് അഭിനയിച്ച സഹയാത്രിക സ്നേഹവും. അപ്പോഴാണ് കല്യാണം കഴിഞ്ഞ സാമ്പത്തിക പ്രശ്നമൊക്കെ ആയി. രണ്ട് സിനിമ ചെയ്തു. ആദ്യ സിനിമ നമ്മൾ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ നല്ല സിനിമയെ ചാൻസ് ഉണ്ടല്ലോ പറഞ്ഞു പ്രൊഡ്യൂസർ നന്ദിയൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ പറഞ്ഞാൽ 4 ലക്ഷത്തിൽ ചെക്ക് വന്നു. അതിൽ 2 ലക്ഷം രൂപയും പോയി. 2 ലക്ഷം രൂപ വന്നിട്ട് 1 ലക്ഷം രൂപയും തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടം ഇറക്കത്തിൽ നമ്മൾ പടം തിരിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ആദ്യം ഇറക്കത്തില്ലാതെ തിരിച്ചു കൊടുത്തു. 3 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടില്ല. 4 ലക്ഷത്തിൽ അത് കിട്ടിയാൽ പലപ്പോഴായിട്ട് 1 ലക്ഷം രൂപ. അതിപ്പോൾ എറണാകുളത്തിൽ ഓഫീസിൽ 10,000 രൂപ വെച്ചിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ സെക്രട്ടറി സാറുണ്ട് കൊല്ലത്തിൽ. അവർ സീൽ ചെയ്യുന്ന അവരായിട്ട് സൂചിക്ക് വേണ്ടി. അങ്ങനെ ആദ്യം സീൽ ചെയ്യാനകത്ത് മാസം 19,000 രൂപ. അന്ന് 10-30 മാസം 60,000 രൂപ മാസത്തിലപ്പുറം. അത് 1.5 ലക്ഷം രൂപ സെപ്പറത്ത് വില അതിങ്ങനെ കിട്ടുകയാണ്. പിന്നെ സീലായി മാനസികത്തിൽ കഥാനായിക പഴയ ഒന്നര മാസമാണ് പറഞ്ഞാൽ ഇന്നലെ ഇഷ്ടം ഭയങ്കര സീലായി. ഇപ്പോൾ കഴിഞ്ഞ കോവിഡ് മുമ്പ് സീലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പുതിയ തലമുറയുടെ വക്താവാണ് എൽ.ടി. ധർമ്മയൊക്കെ. എൽ.ടി. ധർമ്മയൊക്കെ മോളുടെ ഞാൻ എല്ലാ സിനിമയും എനിക്ക് തുളസി വാട്സപ്പ് ചെയ്ത് തരാറുണ്ട്. അപ്പം ഞാൻ കാണുന്നില്ല മോളുടെ പ്രത്യേകത മോളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രമേയമുള്ള ഇതിപ്പോൾ സൗഹൃദ പ്രമേയം, ഇതിനുമുമ്പ് സിനിമയുടെ പ്രമേയമൊക്കെ നല്ല പ്രമേയം. ഡയറക്ഷൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കൽ മാറി നല്ലൊരു അസിസ്റ്റന്റ് നല്ലൊരു ഡയറക്ടർ കൂടെയൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ മതി. പക്ഷെ ക്രിയേറ്റിവിറ്റി ഒരു എത്ര പഠിച്ചാലും ഒരു സ്ക്രിപ്റ്റ് എഴുതാനൊന്നും പറ്റത്തില്ല. അത് ജന്മനുള്ള ഭാഷ നോക്കലുണ്ട്, നന്നായിട്ട് പറയും. പിന്നെ അഭിനയിക്കാൻ കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം ഞാനെൻ്റെ പറയുന്നത് മോൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണല്ലോ. അതുകൊണ്ട് മോളുടെ ഞാൻ പറയുകയാണ് മോളുടെ ഭാവി നല്ലതാണ്. സിനിമ നല്ല മേഖലയാണ്. ഇപ്പോൾ ഏറ്റവും കോമ്പറ്റീഷനുള്ള മേഖലയാണെന്ന് അറിയാതെ. ഇപ്പം പുതിയ തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കളിയാക്കുന്നു. ഞാനിപ്പോൾ പുതിയ തലമുറയ്ക്ക് പഠിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ ഓൾഡ് ജനറേഷൻ 60 വയസ്സായി. അപ്പോൾ എനിക്കെല്ലാം ഞാൻ ഓൾഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷനായിട്ട് 2 വ്യത്യാസമുണ്ട്. അപ്പോൾ മോളൊക്കെ ന്യൂ ജനറേഷൻ മോളുടെ കൂടെ ഞാൻ ഇഷ്ടമാവാൻ പോവാം. സത്യം ഞാൻ തുറസിട്ട് പറയുന്നത് എൻ്റെ ഒരു പത്തിന് വിളിക്കാൻ. കാര്യം അവരുടെ ഒരുപാട് പഠിക്കാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയും. എനിക്ക് ടെലിഫിലിമിൽ എഡിറ്റിംഗ് അറിയത്തില്ല, മ്യൂസിക് അറിയത്തില്ല, പിന്നെ ഫോട്ടോഗ്രാഫി അറിയത്തില്ല. ഡയറക്ഷൻ മാത്രമേ അറിയില്ല. മനസ്സിലായി. ഡയറക്ടർ ആകുക പക്ഷേ എഡിറ്റിംഗ് അറിയണം, ഫോട്ടോഗ്രാഫി അറിയണം, മ്യൂസിക് അറിയണം, ടെക്നോളജി അറിഞ്ഞേ പറ്റും. ഡയറക്ഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ. പക്ഷെ പറ്റില്ല. അതെല്ലാം അത് ലോക പ്രതിയാണ്. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, മ്യൂസിക്. അപ്പം പ്രധാനപ്പെട്ട സാങ്കേതിക സിനിമയുടെ സാങ്കേതിക കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അവളുടെ ഭാവിപ്പറ്റി നല്ലൊരു പ്രതീക്ഷയുണ്ട്. അപ്പം തുളസിയുടെ നല്ലൊരു മോള്, തുളസി നല്ലൊരു ഫാമിലി, തുളസി മോനും സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും നന്മ ഉണ്ടാവട്ടെ. ഈ ഒരു സംഭവം തന്നതിലേക്ക് സന്തോഷമുണ്ട്. ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ചതാണ് തുളസിയെല്ലാം പറഞ്ഞത്. അതായത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ ലോകത്തിൽ കഴിഞ്ഞ സിനിമ അവതരിപ്പിച്ചതിന് ശേഷം ലോകത്തിൽ തുടർന്നെടുക്കാൻ പോകുന്ന സിനിമ എന്നതിൻ്റെ പ്രമേയം എന്തെന്ന് അറിയാതെയാണ് കാലികമായിട്ടുള്ള ഒരു പ്രശ്നത്തെ ആസ്പദമാക്കി സംസാരിച്ചത്. ഗവൺമെൻറ്റിലെ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞാണ് ഈ സിനിമയാണ്. പക്ഷെ ഇത് നേരത്തെ ഇവിടെ ശ്രീ ശങ്കർ സൂചിപ്പിച്ചതുപോലെ ഈ കാലിക പറഞ്ഞതുപോലെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സിനിമ എടുക്കണമെന്ന് മാത്രമല്ല, ഇവിടെ ശ്രീ തുളസിയല്ല പറഞ്ഞു ഈ വിശ്വാസം, അന്ധവിശ്വാസം, ആചാരം, അനാചാരം ഇതൊക്കെ വരുത്തുന്ന അത് വിശ്വാസം വേണമെന്ന് പറയുന്നില്ല. എത്രത്തോളം ആ വിശ്വാസം അതിൽ കടന്ന് ചെല്ലുമ്പോഴത്തേക്ക് അന്ധവിശ്വാസത്തിന്
ആചാരം ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അനാചാരത്തിലേക്ക്, പിന്നീട് ആ അനാചാരം ആചാരമായി വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിപത്ത്. നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ സാക്ഷരത കൂടി വിദ്യാസമ്പന്നരുടെ നാടെന്നെല്ലാം പറയുമ്പോഴും എവിടേക്കാണ് പല കാര്യങ്ങളും എത്തപ്പെടുന്നു എന്നതാണ്. കുട്ടികൾ ഇന്നലെ ഒരു കുട്ടിയെ പോലീസ് എക്സൈസുകാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാതാപിതാക്കൾ നടത്തിയിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അറസ്റ്റ് ചെയ്തിട്ടാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടത്. അപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ പല രൂപത്തിലും വഴിതെറ്റിക്കാവുന്ന സംഗതികൾ കടന്നു വരികയാണ്. ഇതിനോട് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് വിഷയം. നമുക്ക് എത്രത്തോളം പ്രചരണം നടത്താൻ കഴിയുന്നു. അപ്പം അതിന് ഈ സിനിമ ഏറ്റവും വലിയൊരു ഉപാധി തന്നെ. ഞാൻ സിനിമയുടെ മറ്റ് തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ശ്രീ ശങ്കറിനെ അവിടെ സൂചിപ്പിച്ചു. ഞാൻ അതുപോലെ തന്നെ പോകാനും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാം. ഞാൻ ആ തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ സിനിമ വരുത്തുന്ന ചില വിപത്ത്, ഇപ്പൊ ദൃശ്യം സിനിമ, അതിൻ്റെ പിന്നെ സാങ്കേതിക മികവോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സിനിമ പക്ഷെ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ആ ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം എന്നോട് പിന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷെ ആ ദൃശ്യ സിനിമ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ കൊടുക്കുകയുണ്ടാവും. ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ ഒരു കൊലപാതകം എങ്ങനെ നടത്താം, നടത്തിക്കഴിഞ്ഞാൽ എത്ര മനോഹരമായി ഒളിച്ചു വയ്ക്കാം എന്നെല്ലാം നന്നായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പം പലരും അത് പ്രയോഗിച്ച് നോക്കുന്ന തരത്തിലേക്ക് ദൃശ്യമടക്കം ഞാനത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ അടുത്തിറങ്ങിയ പല സിനിമകളും കുറ്റവാസന വളർത്തുകയും അതിന് പ്രേരണ കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാകുന്നു എന്നത് വളരെ വേദനാജനകമായ. സിനിമയെ സംബന്ധിച്ച് ഏതൊരാളും ഇഷ്ടപ്പെടുന്നതാണ്. എത്ര മോട്ടറെന്ന് പറഞ്ഞാലും അതിനകത്ത് കലാപരമായിട്ട് താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞാൽ ഏതൊരാളെയും ആകർഷിക്കുന്നു തന്നെ. പക്ഷേ ആ സിനിമകൾ കൊടുക്കുന്ന സന്ദേശം മനുഷ്യന് മുന്നോട്ട് പോക്കിൽ ഉതകുന്നതല്ലെങ്കിൽ വരുത്തുന്ന വിപത്ത് വളരെ വലുതാണ്. അപ്പോഴാണ് നമ്മുടെ ധർമ്മയെ പോലെയുള്ള സംവിധായകർ ഇറക്കുന്ന സിനിമ, അത് കൊടുക്കുന്ന സന്ദേശം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നമ്മൾ എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അതുവഴി അപകടത്തെ ചൂണ്ടിക്കാണിക്കുകയും ആ അപകടത്തിൽ നിന്നും മാറി സഞ്ചരിക്കണം എന്ന സന്ദേശം കൊടുക്കുവാൻ കഴിയുന്നുണ്ട്. ഈ പ്രായത്തിൽ തന്നെ അത്തരം പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുകയാണ്. അതുപോലെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു സ്വാഗതം പറഞ്ഞപ്പോൾ തുളസി പറഞ്ഞത് ഈ നടന്മാരും നടികളും അവിടെ പിന്നെ പഠിക്കാതൊക്കെയാണ് വരുന്നതെന്നാണ് ഇല്ലേ? ജഗതി സിനിമ പറഞ്ഞതുപോലെ അത് എന്നെയാണോ അത് വക്കീല് അങ്ങനെ അല്ലാന്നും പറഞ്ഞു. അത് മുൻകൂർ ജാമ്യം എടുത്തതാണ്. അപ്പം ഡയലോഗുകൾ പഠിച്ചിട്ട് വരുന്നില്ല എന്നെല്ലാം എന്തായാലും 15ാമത്തെ സിനിമയായി നേരത്തെ ഒരു മാസം ഒന്നെന്നുള്ളത് ആ ലക്ഷ്യം കവിഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ കഴിഞ്ഞ പേജിൽ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ദൈർഘ്യം കൂടിയത് കൊണ്ട് മെച്ചപ്പെടും എന്നുള്ളതാണ്. പക്ഷെ കുറച്ചുകൂടി ദൈർഘ്യമുള്ളത് ഈ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതും സന്ദേശം കൊടുക്കാവുന്നതുമായ പ്രമേയങ്ങൾ എടുത്തുകൊണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഇതിനൊക്കെ സമ്പത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ ശ്രീ ശങ്കർ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് തുളസി ഏതാണ്ട് ബുദ്ധിമുട്ടുകൾ ഇതുവരെ പറയാതിരുന്നെങ്കിൽ പോലും ഇതുവരെ ഉള്ളിൽ ഒതുക്കി പോവുക. എന്നാൽ സ്വകാര്യ സംഭാഷണങ്ങൾ ആ ബുദ്ധിമുട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒന്നും രീതിയിൽ പിന്തിരിയുക, അതല്ല മറ്റുള്ളവരോട് സഹകരിച്ചാൽ മുമ്പോട്ട് പോകാനുള്ളതാണ്. തീർച്ചയായും ഈ സംരംഭം മുമ്പോട്ട് പോകട്ടെ. ഒന്നുമില്ലേലും കുറേയധികം നടന്മാരെല്ലാം ഇവിടെ വാഗ്ദാനം ചെയ്തില്ല. ചിലരെങ്കിലും രക്ഷപ്പെടുകയില്ല. വക്കീലിനെ കിട്ടുന്നതിൽ കിട്ടിക്കഴിയും. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഉതകത്തക്ക തരത്തിൽ കൂടുതൽ സിനിമകൾ
ആവിഷ്കാരങ്ങൾ വരട്ടെ. അതിൽ ധർമ്മയും ശ്രീ തുളസിയും ഒക്കെ തന്നെ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വർത്തമാനം നിർത്തുകയാണ്. സന്ധ്യയാകട്ടെ ഇങ്ങനെ സമയത്ത് കാത്തിരിക്കാൻ ഈ നടീനടന്മാർ എന്നെ കാത്തിരിക്കത്തില്ല. കാരണം അവർ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടവരാണ്. അങ്ങനല്ലേ ഇടയ്ക്ക് നമ്മൾ കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ആ ലൈറ്റിലാണ് ഇന്നൊരു സിനിമ ചെയ്യുന്നത്. അതിൻ്റെ പോരായ്മ ഇന്നുണ്ട്. പക്ഷേ ആ പോരായ്മയിൽ മികച്ചതായി ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ് എൻ്റെ ഒരു സന്തോഷം. തീർച്ചയായും ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ നാടാണ് ദൈവങ്ങളുടെ നാടാണ്. ധർമ്മ ആദ്യം സംസാരിക്കുമ്പോൾ ഇതേ എന്ന് പറഞ്ഞ് സംസാരിക്കും. ആദ്യം സംസാരിക്കുന്ന ഡയലോഗ് ഞാൻ പറഞ്ഞു. ഒരു സാധാരണക്കാരിയെ മുൻകൂട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരു അമ്മ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു സാമ്യമുണ്ട്. ബോധപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ വളരെ ഈ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റൊക്കെ ഒന്ന് കുമ്പിട്ട് വന്ന അമ്മ ദൈവത്തിൻ്റെ ആ അമ്മ ദൈവത്തെ എനിക്ക് 19 ദിവസത്തെ അറിയാവുന്നതാണ്. അന്ന് അമ്മ ദൈവം ആയിരുന്നു. ആ ദൈവം അമ്മ ദൈവത്തിൻ്റെ ആ ശബ്ദം ഒരു 1-2 ഡയലോഗുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അതിനായിരിക്കും. പക്ഷേ സിനിമ അങ്ങനെയല്ല. മൊത്തത്തിലുള്ള ആ ദൈവങ്ങളെ നമ്മൾ ഒരു നുമ്മനെ കൊണ്ട് നിർത്തി ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ പണ്ടത്തെ പോലെ ഈ കാലത്ത് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു പ്രസക്തിയുണ്ട്. ഒരു കുംഭമേള നടന്നപ്പോൾ ആരാ നടത്തിയത്? ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ. ആ കുംഭമേളയിൽ എഴുന്നള്ളിച്ചത് ആരാണ്? ലക്ഷോപലക്ഷം ആളുകൾ അവിടെ കൂടി. അവർ ഭക്തി കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ് വന്നത്. അങ്ങോട്ട് നോക്കി ആരെതിരില്ല. വിശ്വാസം അല്ലേ? വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ഈ സിനിമയിൽ പറയുന്നുണ്ട്. വിശ്വാസം നമുക്കെല്ലാം വിശ്വാസമുണ്ട്. അന്ധവിശ്വാസം ഈ വിശ്വാസത്തിൽ ഭയം കലർത്തി മറ്റൊന്നാണ് അന്ധവിശ്വാസം. അങ്ങനെ വിശ്വാസികളായ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുംഭമേളയിൽ വരുമ്പോഴേ തുണി കൊടുക്കാത്ത സന്യാസിമാരെ നമ്മൾ നിർത്തുകയാണ്. ഒരേ ഒരു ആശ്വാസം, അതിന് കൂടെ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി തുണി കൊടുത്തിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ രാജ്യത്തിന് പുറത്ത് നോക്കും? അന്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അന്യ ദേശങ്ങളിൽ ഈ യൂറോപ്പ് തൊട്ട് എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ കുട്ടികൾ ജീവിക്കുകയാണ്. അവർ പറയും നിങ്ങൾ ആ സന്യാസിമാരോടൊപ്പം നിങ്ങളുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ലേ എന്ന് പറയും. ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി തുണിയെടുത്താണെന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ ഈ സന്യാസിമാരുടെ വേഷം ധരിക്കാതെ നമ്മുടെ ഭാഗ്യമാണ്. അങ്ങനെ ധരിക്കരുത് എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ഇന്നത്തെ സ്വാഗതം. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. കാരണം ഈ സിനിമയുടെ 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു വലിയ ആൽമരം. ആൽമരത്തിന്റെ പ്രത്യേകത പ്രകൃതിയിൽ നിന്നും പ്രകൃതിയുടെ ഏറ്റവും വലിയ അവസ്ഥ. അതായത് നമ്മളൊക്കെ സാധാരണ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ ഓസോൺ പ്രകടിപ്പിക്കുന്ന ഈ കാർബൺ ഏറ്റവും കൂടുതൽ വലിച്ചെടുത്തിട്ട് അത് ഓസോണാക്കി മാറ്റുന്ന ഓസോൺ എന്ന് പറഞ്ഞാൽ 3 ഇരട്ടിയാണ് ഓക്സിജൻ. വരുന്നത് വൃക്ഷം, മഹാവൃക്ഷം. അത് പ്രകൃതിയുടെ പ്രതീകമായിട്ടാണ് അമ്പലങ്ങളുടെ മുറ്റത്തും ക്ഷേത്രത്തിലും വഴിയോരങ്ങളിലും ഒക്കെ നമ്മൾ അതിനെ ആരാധിക്കുകയും ചെയ്യും. കാരണം പ്രകൃതിയാണ് അത്. തൊട്ടടുത്തൊരു പുഴ. ആ പുഴ എന്ന് പറയുന്നത് കാലത്തിൻ്റെ അടയാളമാണ്, കാലത്തിൻ്റെ പ്രവാഹമാണ്. ആ പുഴയുടെയും ആരിൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ വക്കീല് ഒരു സന്യാസിയായിട്ട്. സന്യാസി, കപട സന്യാസി. ഫോണെടുത്ത് വിളിച്ച് മറ്റെടുത്ത് വിട്ടിയാണ് എന്ന് പറയുന്ന സന്യാസി. അവിടെയാണ് അന്വേഷിക്കേണ്ടത്. 50-50 പങ്കിടുന്ന സന്യാസം. അപ്പോൾ ആൽമരവും നമ്മൾ പറഞ്ഞ പുഴയും കൂടാതെ ഒരു ചിലന്തി വല കഴിക്കുന്നുണ്ട് പശ്ചാത്തലത്തിൽ. വേറെ ഒരു ലോകത്ത് ചിലന്തി വല എന്ന് പറഞ്ഞാൽ ചിലന്തി അപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാകുന്ന നമ്മളാകുന്ന ആൾക്കാരെ അന്ധവിശ്വാസമാകുന്ന ചിലന്തി വലയിലേക്ക് അത് പെടുത്തുകയും നമ്മളെ ഭക്ഷിക്കുകയും ചെയ്യും എന്നൊരു ഭംഗി ഈ സിനിമയിൽ. മറ്റൊന്ന് തൊട്ടാവാടി. ആ തൊട്ടാവാടി സമൂഹത്തിന്റെ നമ്മൾ തൊടുമ്പോൾ വാടും. കുറച്ചു കഴിയുമ്പോൾ അത് ഈ സിനിമയിൽ ആ തൊട്ടാവാടി വാടിയാണ് അവസാനിക്കുന്നതെന്ന് ഞാൻ ധർമ്മയെ വിമർശിച്ചത്. പക്ഷേ ഈ തൊട്ടാവാടി വളരാൻ കാരണം ഈ സമൂഹത്തിന്റെ തിന്മകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പർശനമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യമാണ്. തിന്മയുടെ അല്ലെങ്കിൽ ഈ ആൾദൈവങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെ സാന്നിധ്യം ആയിരിക്കും വാടിയത് കഴിയുന്നത്. പക്ഷേ തനിയെ സടകുടഞ്ഞിരിക്കുന്ന സിംഹത്തെ ആ ഇടയിങ്ങനെ നേരെ വന്ന് നിൽക്കുമ്പോഴാണ് സിനിമ അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് അത്ര മനോഹരമായി പ്രകൃതിയെ തന്നെ ഈ സിനിമയിൽ കൊണ്ടുവരാൻ കഴിയും. അവിടെ ഒരു അപാകത, നമ്മൾ കിട്ടിയിരിക്കുന്ന പ്രകാശം, നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രകാശം ഈ സ്ക്രീനിൽ നിന്ന് നമുക്ക് കൃത്യമായി കിട്ടില്ല. കിട്ടിയ സ്ക്രീൻ ഒരു കൂടുതൽ വെളിച്ചമുള്ള സ്ക്രീനാണ് നമുക്ക് കിട്ടിയത്.
ഇത് നമ്മളെല്ലാം വീട്ടിലെ ഈ സിനിമ നമുക്ക് നമ്മുടെ ടി വി കാണുമ്പോൾ ഞാൻ പല സിനിമയും ടി വിയിൽ കാണും. അപ്പോഴാണ് ഇതിൻ്റെ പ്രകാശവും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ സംവിധാനത്തിൻ്റെ രൂപവും മനസ്സിലായത്. ഇന്ന് നമ്മൾ കണ്ടത് വലിയ പ്രകാശത്തിലാണ്. തുളസിയണ്ണൻ്റെ ഈ താടിയും ആ നരച്ച മുടികളും ഒക്കെ ആ പ്രകാശത്തിൽ നിന്നിട്ടു. നമ്മൾ ടി വിയിൽ ഇത് കാണുമ്പോൾ കൂടുതൽ തുളസിയണ്ണൻ്റെ ആ വേഷം കിട്ടും. ഞാൻ ഇതിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യമുണ്ട്. ആ നമ്മയുടെ ഒരു വലിയ മാറ്റം, അഭിനയം മികച്ച അഭിനയം, ഡബിൾ റോളാണ്. ഒരു കളക്ടർ എന്നെ കണ്ട് പേടിച്ചാലും അപ്പോൾ നന്നായി MLA വേഷം എൻ്റെ ഒരു വലിയ മോഹമാണ് MLA ആയിട്ട് കാണുന്നത്. ഇനി ഭാവിയിൽ MLA ആകും. പക്ഷേ എങ്കിലും ഇപ്പൊ കണ്ടെന്ന് സിനിമയിൽ MLA കണ്ടെന്ന്. പക്ഷേ ആ MLA പോലും വന്നിട്ട് നമുക്ക് വീട്ടിലെല്ലാം ചെയ്യാവുന്ന ആളുകളെ അടക്കുകയാണ്. MLAക്ക് അതിൽ പറ്റും. കാരണം അദ്ദേഹം ജനപ്രതിനിധിയാണ്. ഇന്നത്തെ ജനപ്രതിനിധികൾ അനുഭവിക്കുന്ന അവർക്ക് സ്വാതന്ത്ര്യം കുറവാണ്. ജനപ്രതിനിധികൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന്. പക്ഷെ വോട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉള്ളത് കൊണ്ട് അവർ പലതും കണ്ടിട്ടും മനസ്സിനുള്ളത് ഒതുക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെയാണ് ധർമ്മ എന്ന സ്ക്രിപ്റ്റായിട്ടുള്ള ഒരു പ്രശ്നം. ധർമ്മയെ ഉയർത്തി പറയാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്. ഇതിലുള്ള കാര്യങ്ങൾ അപ്പോൾ മറ്റൊന്ന് ഒരു വലിയ മാറ്റം ടൈറ്റിൽസ്. ഞാൻ സിനിമയെ കുറിച്ച് പറയാതെ എല്ലാം സിനിമ കണ്ടവരാണ് പറയാതെ. ടൈറ്റില് മുൻകാലത്തെ സിനിമകളിലെല്ലാം ടൈറ്റിലുകളുടെ ഒരു പ്രത്യേകത ഒരു 1990, 2010 2000 താഴെയുള്ള കാലമുള്ള ടൈറ്റിൽ രീതിയാണ്. ഇപ്പോൾ വന്നപ്പോൾ ടൈറ്റിൽ ക്യാമയൊക്കെ ഉണ്ട്. പുതിയ സിനിമയുടെ പുതിയ കാലഘട്ടത്തിൻ്റെ സിനിമയുടെ രീതിയാണ് ഈ ടൈറ്റിൽസ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് റോൾ ചെയ്തു പോകുന്ന ആ ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്വാഗ ഇതിനകത്ത് കഥാപാത്രമായ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു പെൺകുട്ടി മരണത്തിലേക്ക് പോവുകയും അവിടെ നല്ലൊരു സൈക്കോളജിസ്റ്റോ ഡോക്ടറെയോ കാണിക്കാതെ ഭയന്ന് ഇപ്പോഴും ആൾദൈവങ്ങളുടെ പുറകെ, അതൊരു ഹിന്ദു ആൾദൈവത്തിൻ്റെ പുറകെ മാത്രമല്ല, ക്രിസ്ത്യൻ ആൾദൈവത്തിൻ്റെ ഇസ്ലാം ആൾദൈവത്തിൻ്റെയൊക്കെ പുറകെ പോയിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു നല്ല കഥ. അതിനകത്ത് സാമൂഹിക വിമർശനമുണ്ട്. ഞാൻ സിനിമയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. സാമൂഹിക വിമർശനമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ എനിക്ക് ധർമ്മയെ കുറ്റപ്പെടുത്താനുണ്ട്. നല്ല സിനിമ. പക്ഷേ ധർമ്മയ്ക്ക് കളക്ടറായി വന്നപ്പോൾ നമ്മൾ അടുത്തത് കണ്ടതുപോലെ ഈ നമ്മുടെ ആ കഥാപാത്രത്തിന് വേണ്ടിയാണ് നോക്കാൻ പുറപ്പെടുന്നത്. ഇത് കുടിച്ചിട്ടു പുരപ്പുറത്തമ്മ എന്നുള്ള കഥാപാത്രം വളരെ അകലങ്ങളിൽ മാത്രം കാണുന്ന ഒരു കഥാപാത്രമായിട്ട് മാറി. കാരണം തൊട്ട് മുമ്പ് പരിചാരകർ നിൽക്കുന്നുണ്ട്. പരിചാരകരാണ് വിളിക്കുന്നത്. അവർ നിൽക്കുന്ന അവർ ക്ലോസറ്റ് പോലുകയും ധർമ്മ അതിലൊരു ചെറിയ ഭാഗമായി മാറിയിട്ടുണ്ട്. ക്ലോസറ്റ് മുഖം കാണാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഫോട്ടോ എടുക്കലുണ്ട് തകരാറുണ്ട്. പക്ഷേ 3 ഷോട്ടുണ്ട് മുറുക്കിന്റെ തൊപ്പി. ആ തൊപ്പലയുടെ പറ്റി ഇങ്ങനെ വടിക്കുന്നത് പോകും. നീ അഭിനേതാവാണ്. കഥാപാത്രത്തോട് അഭിനയിക്കുന്ന അഭിനേതാവാണ് ഞാൻ. നീ എന്നാണ് ധർമ്മയാണ്. ധർമ്മയെന്ന് അഭിനേതാവാനല്ല. ആരാണോ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അയാൾ നല്ല അഭിനേതാവാണ്. മുഖത്ത് അതുപോലെ തന്നെ ഒരു വര വരയ്ക്കുന്നത് ആരും ഇങ്ങോട്ട് കയറി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ ആ വര കിടക്കുന്നില്ല. ഇത് ഷൂട്ട് ചെയ്യാൻ വന്നവർ ആ വരയ്ക്ക് ഇപ്പം കടന്നു പോകുന്നത് പേടിച്ചു. കളക്ടർ മാത്രമേ ഇപ്പം കടന്നു. ഒന്ന്, ഇതിന് മുദ്രാവാക്യം വിളിച്ചയാൾ എന്തൊരു മുദ്രമാണ്? മായാമുദ്ര. എന്തൊരു മുദ്ര കൈയെടുത്തിരിക്കുന്നത്? മായാമുദ്ര അല്ലേ? അതങ്ങനെയാണോ പേര്? ഒരു മോതിര വിടണം. അപ്പുറത്ത് മുദ്രാവാക്യം വിളിച്ച ആളിന്റെ പൊയ്മുഖം അയാൾ പേടിത്തൊണ്ടനാണ്. ഈ സമൂഹത്തിൽ ഇതിനുവേണ്ടി എതിർക്കുന്നവർ പലരും അന്ധവിശ്വാസങ്ങളെ പിടിയാണെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ തിരുത്താനിരുന്ന വേറൊരു കഥാപാത്രം നീ ചെയ്ത് ശരിയായില്ല, തീർച്ചയായും എന്തുകൊണ്ട് മതിപ്പ് പോയി എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് അപ്പൊ എന്താ പറയാ മതിപ്പ് പോയാൽ താനെന്താ നീ എനിക്കെണ്ണം വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുവരെ കഥാപാത്രം അന്ധവിശ്വാസം എതിരെനിക്കുന്ന കഥാപാത്രമുണ്ടെന്ന് അയാൾ സമൂഹം മുഴുവൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അന്ധവിശ്വാസം അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് കാരണക്കാർ
നാട്ടിലെ ഭരണാധികാരികളാണ്. അത് വർത്തമാനകാലത്തിലെ ഭരണാധികാരികളാണ് എന്ന് കുറ്റപ്പെടുത്തുകയല്ല. വർത്തമാനകാലത്തിൽ ഭരണാധികാരികൾ ശ്രദ്ധ വെച്ചാൽ, നമ്മുടെ സമൂഹത്തെ ശ്രദ്ധ വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ യുവജന സംഘടന ശ്രദ്ധ വെച്ചാൽ, നമ്മുടെ ഈ എല്ലാവരും മറ്റ് ചർച്ച തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ വഷളായിക്കൊണ്ടിരിക്കുക. ഇതിനാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. എന്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥികളായിരിക്കും നമ്മൾ അന്ന് കാലത്ത് കോളേജിൽ ഒരു കുട്ടി പീഡിപ്പിക്കൽപ്പെട്ടാൽ അവൻ അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് വന്നാൽ അന്തരസാരങ്ങളില്ല. അതില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് പോകാൻ അറിയും. അവൻ എന്റെ പ്രസ്ഥാനത്ത് പോകുമ്പോൾ ഞാൻ അവനെ വിലക്കും. ഏത് പ്രസ്ഥാനത്ത് പോയാലും ആ പ്രസ്ഥാനം വിലക്കുപോലെ മദ്യപിച്ചിട്ടുണ്ടാവാം, പക്ഷെ അവനെ വിലക്കി മേലാൽ ആവർത്തിക്കുന്നു. ഒരു കുട്ടി ക്ലാസ്സിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എന്താ പറയുന്നത്, റാഗ് ചെയ്തപ്പോൾ ആ കോളേജിലെ ആ ഹോസ്റ്റലിൽ ഒരു കുട്ടി പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടുത്തെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അത് ഏറ്റെടുക്കണം. ഞങ്ങളുടെ തെറ്റാണെന്ന് അറിയാതെ പോകുന്നത്. അന്ധവിശ്വാസവും പറയുന്നത് നമ്മുടെ പ്രസ്ഥാനങ്ങൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ പ്രസ്ഥാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തി ഇത് അന്ധവിശ്വാസമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ അദ്ദേഹത്തിന് അവിടെ ചെന്നാൽ ശാസ്ത്രം കൊണ്ടാണ് എന്നെ ചികിത്സിക്കുന്നത്. അവിടെ വലിയ പണം വെച്ചിട്ട് അതിനകത്ത് മാലയെ ഇട്ടിട്ട് 5-6 പ്രാവശ്യം തലയായിട്ട് കുട്ടിയിട്ട് വന്നാണ് നമുക്ക് മരുന്ന് കുടിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസം. പക്ഷേ ആ പണത്തിന്റെ പേരിൽ വേറൊരാൾ ആദ്യത്തിൽ പോയി കൈക്കൂലി കൊടുത്തിട്ടല്ല അദ്ദേഹം ചികിത്സിക്കാൻ പറ്റും. അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നെങ്കിലും ശാസ്ത്രം പഠിച്ചവർ വിശ്വാസങ്ങൾക്കും പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ശാസ്ത്രബോധം ജനങ്ങളിൽ വളർത്തുവാൻ നമ്മുടെ പുതിയ സമൂഹത്തെ പുതിയ തലമുറയ്ക്കാകണം എന്നുള്ള ഒരാഗ്രഹം പഠിപ്പിക്കുന്ന അതിന് ഉതകുന്ന ഒരു സിനിമയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിനകത്തൊരു ചെറിയ ഞാൻ വിമർശിക്കാൻ പോയതാണ്. ഈ കഥാപാത്രത്തിനനുസരിച്ച് വസ്ത്രധാരണം ആവശ്യമാണ്. രോഗിയായ ആ കുട്ടി മനസ്സ് തകർന്നാണ് എവിടെയെങ്കിലും പോയി എന്റെ കുട്ടിയെ രക്ഷിക്കണമെന്ന് എനിക്ക് ആളുകളുടെ പുറകെ മുഴുവൻ രക്ഷകർത്താക്കൾ. ആ രക്ഷകർത്താക്കളത്തേക്ക് നല്ല ജീവിക്കുന്നതിലും നല്ല ഡ്രസ്സും ഇന്നിങ്ങുന്ന വസ്ത്രവും തിരിച്ച് നല്ല കുറച്ചു മാറ്റിട്ടില്ല. ഈ അളിയനെ കുറിച്ചല്ല പറയുന്നത്. അളിയനെ പിടിച്ചു വരണം, അല്ല അളിയനെ നാണ് അദ്ദേഹം. ഈ ഇങ്ങനെ തേച്ചുടുപ്പിട്ടുള്ളവർ ഞാനൊക്കെ, പക്ഷേ തേച്ചുടുപ്പിന്റെ തീപ്പൊട്ടിയുടെ മടക്കോലും മാറാത്ത ഉടുപ്പുകൊണ്ടാണ് അവിടെ വന്ന് എന്റെ കുട്ടിനെ രക്ഷിക്കണമെന്ന്. അപ്പോ ആ കഥാപാത്രത്തിന് അങ്ങനെ മാറ്റം വന്ന് അവരറിയുന്നില്ല, അവരഭിനയിക്കുന്നവരാണ്. അത് ശ്രദ്ധിക്കേണ്ട സംവിധായകൻ. അപ്പോൾ ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായ വസ്ത്രധാരണ രീതി ഏതാണെന്ന് പറയുവാനും ആ കഥാപാത്രത്തിന് വസ്ത്രധാരണം കൊടുക്കുവാനും കോസ്റ്റ്യൂം, എനിക്ക് വാർത്തമാണ് ആ കോസ്റ്റ്യൂം നിശ്ചയിക്കേണ്ടത്. ഇത് സംവിധാനം ചെയ്യുന്നതിന് വേണ്ടപ്പെട്ടവരുമാണ്. ഞാൻ എൻ്റെ അഭിനേതാക്കളെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ കുറച്ചുകൂടി കോസ്റ്റ്യൂം ശ്രദ്ധിക്കണം. ആ കഥാപാത്രങ്ങളുടെ നല്ല അഭിനയം. അത് മങ്ങിപ്പോയത് അമ്മ എനിക്ക് ഭിക്ഷ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് 5000 രൂപയുടെ ഡ്രസ്സും 15,000 രൂപയുടെ പാൻസും പോലീസ് ക്ലാസ് വെച്ചിരുന്ന ഭിക്ഷക്കാരനെ എങ്ങനെ ഭിക്ഷക്കാരനായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കും ആ ബുദ്ധിമുട്ടുണ്ട്. യുവാക്കൾ പറഞ്ഞുകൊണ്ട് നമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നുണ്ട്. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. ശ്രീ തുളസിയുടെ അല്ലെങ്കിൽ തമിഴിയുടെ 15ാമത് ഹ്രസ്വ ചിത്രത്തിൽ അതിൻ്റെ പ്രദർശന വേളയിൽ ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയത് ഞാൻ ആദ്യം അവരോട് നന്ദി പറയുകയാണ്. 3-4 പരിപാടികളിൽ ഇതിനു മുൻപ് ഈ ചിത്ര പ്രദർശനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി. എന്തായാലും
സിനിമയെക്കുറിച്ച് ഉള്ള വിശകലനത്തിലേക്ക് കിടക്കുമ്പോൾ ഗോപാലകൃഷ്ണ സാറ് അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഓരോ വിങ്ങിലും ടച്ച് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം കഴിഞ്ഞൊരു ചിത്രങ്ങളുടെ പറഞ്ഞു, സംവിധായിക എന്നതിലുപരി എനിക്ക് ഇഷ്ടപ്പെട്ടത് ധർമ്മയിലെ കലാകാരിയാണ്. കലാകാരി എന്ന് പറഞ്ഞാൽ അഭിനേതാവിന്. കഴിഞ്ഞ ഒരു വിശ്വചിത്രത്തിലും അതുപോലെ തന്നെ ഈ സ്വാധീനവും ധർമ്മയുടെ അഭിനയം, അതിൽ പ്രത്യേകിച്ച് ധർമ്മയുടെ കണ്ണുകൾ, സിനിമയ്ക്ക് പറ്റിയത്, ക്യാമറയ്ക്ക് പറ്റിയ ഫേസ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരുപാട് വേഷങ്ങളിൽ ധർമ്മയുടെ മുഖം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വരും കാലങ്ങളിലും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് കുണ്ടറയിൽ ഒരുപാട് നടീനടന്മാരെ, കലാകാരന്മാരെ വാർത്തെടുക്കാനായിട്ട് തുളസിക്കും ധർമ്മയ്ക്കും കഴിഞ്ഞു. പണ്ട് ഞങ്ങളൊക്കെ കുണ്ടറ ജോണി മാത്രമേ കേട്ടുള്ളൂ സിനിമാ നടനായിട്ട്. ഇന്നിപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഗോപൻ വരെ, വക്കീൽ സാറ്, ശിവൻ സാറ്, നമ്മുടെ ഒരുപാട് പേര്, ഞാൻ അതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേര് നമുക്ക് താരങ്ങളായി കഴിഞ്ഞു. ഒരപേക്ഷ മാത്രമുണ്ട്, ധർമ്മ ഉൾപ്പെടെ. ഞാൻ അതിൻ്റെ 25 വർഷം നമ്മുടെ ജോണിയുടെ കൂടെ, കുണ്ടറ ജോണിയുടെ കൂടെ സിനിമാ സംവിധായകനെയാണ്, അദ്ദേഹത്തിൻ്റെ കൂടി അറിവിലേക്ക് പറയുന്നത്. ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെല്ലാം ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകളായിട്ടാണ് ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലേക്കൊന്നും ധർമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ എൻ്റെ പുതിയ താരങ്ങളോ പോകരുത്. അവസരങ്ങൾ കിട്ടി, നിങ്ങൾ വലിയ വലിയ ആളുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ മനുഷ്യത്വം, സഹപ്രവർത്തകരോടുള്ള സ്നേഹവും ബഹുമാനവും മനുഷ്യത്വവും നിലനിർത്തി തന്നെ വേണം. വക്കീൽ സാറിനൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല, വരും കാലങ്ങളിൽ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഗോവനെ എനിക്കറിയാം, കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ കുറെ അനുഭവങ്ങളിലൂടെയാണ് ഇത് പറഞ്ഞത്. ഇവിടെ 1-2 പ്രശ്നങ്ങൾ ഞാൻ നമ്മുടെ സംവിധായകന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. ഞങ്ങള് ശ്രീ ജോണിയുടെ ഇവിടെ, ഇത് നിങ്ങൾക്കറിയാം, ഫൈനാൻസ് സൊസൈറ്റിയുടെ ഹാളാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കുണ്ടറയിലെ വലിയൊരു സാംസ്കാരിക സംഘടന. ഇതിന്റെ പ്രസിഡന്റ് ശ്രീ ജോണിയായിരുന്നു, കുണ്ടറ ജോണിയായിരുന്നു 25 വർഷം. ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോണിക്ക് ഇവിടെ ഒരു അനുമോദനം, കുണ്ടറയിൽ 500 സിനിമകളിൽ അഭിനയിച്ച ജോണിക്ക് ഇവിടുത്തെ പൗരസമിതിയിൽ അല്ലെങ്കിൽ ഫൈനാൻസ് സൊസൈറ്റി എല്ലാം കൂടി ഒരു അനുമോദനം നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. ജോണി ചലച്ചിത്ര രംഗത്ത് ഏതാണ്ട് എത്രയോ വർഷങ്ങളിൽ അഭിനയിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാക്കിയ ജോണി അദ്ദേഹത്തിൻ്റെ ഒരു ആദരവിന് വേണ്ടി ഈ സിനിമാ ലോകത്ത് നിന്ന് ഒരുപാട് പേരെ ക്ഷണിച്ചു നോക്കി. ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളൊക്കെ വളരെയധികം വേദനിച്ചൊരു കാര്യമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ അതേസമയം ജോണി ഫീൽഡിലുണ്ടായിരുന്നപ്പോൾ സിനിമാ ലോകത്തുണ്ടായിരുന്നപ്പോൾ ഇവിടെ മമ്മൂട്ടി മുതൽ ആർട്ടിസ്റ്റുകൾ നമ്മുടെ സ്റ്റേജിൽ, ഫാസിന്റെ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ആ ഫീൽഡിൽ നിന്ന് വിട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഏതാണ്ട് വെറുക്കപ്പെട്ട പോലെ. അതിന് ശേഷം ഉണ്ടായ സംഭവമാണ് ഈ ഹോളിൽ നിങ്ങളെല്ലാം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ജോണിയുടെ ഒരു ഫോട്ടോ ഇവിടെ അനാച്ഛാദനം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. വലിയൊരു ഫോട്ടോ ഞങ്ങളിവിടെ ചെയ്തു വെച്ചു. 4 താരങ്ങളെ ഞങ്ങൾ വിളിച്ചു. ആദ്യം ശ്രീ ഉണ്ണി മുകുന്ദൻ, അദ്ദേഹം ഇവിടെ മാർക്കോയുടെ ഷൂട്ടിങ്ങിലൂടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം വിളിച്ചു. ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് ഇതൊന്നും ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. കാരണം അവർക്ക് മാർക്കോയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു, വന്നില്ല. രണ്ടാമത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേശന്റെ ഓഫീസിൽ ഞങ്ങൾ ഒരു ടീം പോയി 2-3-4 മണിക്കൂർ കാത്തു കെട്ടിയാണ് അദ്ദേഹത്തിനെ ക്ഷണിച്ചു, വന്നില്ല. വീണ്ടും ശ്രീ സുരാജ് പഞ്ചാറമുണ്ട്, അദ്ദേഹത്തിനെയും പോയി ക്ഷണിച്ചു, വരാമെന്ന് സമയമായപ്പോൾ വന്നില്ല. അവസാനം ഇവിടെ ഈ വീട്ടിൽ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ്. അതിന്റെ കട്ടണമാണ് കിടക്കുന്നത്. ശ്രീ വിജയരാഘവൻ അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. വിജയരാഘവൻ ഞങ്ങൾ രാവിലെ ചെന്ന് കണ്ടു പറഞ്ഞു, സർ ഒരു 2 മിനിറ്റ് പോകുന്ന വഴിക്ക് ധോണിയുടെ പടം ഒന്ന് അനാച്ഛാദിച്ചിട്ട് പോകണം, ഞങ്ങളുടെ പ്രോഗ്രാമുള്ള ദിവസമാണ്, ആളുകൾ കാണും. അദ്ദേഹം സമ്മതിച്ചു, വരാമെന്നേറ്റു. 7 മണി സമയത്ത് ഞങ്ങളെല്ലാം ഇവിടെ കാണി കാത്തിരിക്കുമ്പോൾ ഇതിന്റെ മുമ്പിലൂടെ വണ്ടി കൊടുത്ത് അദ്ദേഹം പോയി, കയറിയില്ല. അനുഭവങ്ങൾ ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഇവരെല്ലാം ഒരു പരിധി
തല്ലി കഴിഞ്ഞാൽ പിന്നെ സമ്പത്തിന്റെ പുറകെ പോകുന്ന ആളുകളാണ്. ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ജോണിയുടെ പരിപാടിക്ക് ഒന്നും അവർക്കൊന്നും ലഭിക്കില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം മറ്റൊരു കാരണങ്ങൾ ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തീരുമാനമെടുത്തു, എന്തായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഈ ഹാളിൽ വരികയാണെങ്കിൽ ജോണിയുടെ വലിയൊരു ഫോട്ടോ ഇവിടെ കാണും. അത് സിനിമാ ലോകത്തുള്ള ഒരാളെ കൊണ്ട് ഞങ്ങൾ അത് ഉദ്ഘാടനം സാധനം ചെയ്യിക്കില്ല. അതിനേക്കാൾ പ്രഗത്ഭരായ ആരെക്കൊണ്ടെങ്കിൽ ഞങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യിക്കും, ഉറപ്പായിട്ടും ചെയ്യിക്കും. ഞങ്ങളുടെ ആഗ്രഹമാണ്. 1.5 വർഷം അദ്ദേഹം മരിച്ചിട്ട് അന്ന് മുതൽ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ഫോട്ടോയും വെച്ചുകൊണ്ട് സാധിക്കുക. ഇനി ആ ഒരു ഇതാണ് ഞാനിത് പറഞ്ഞു വന്നത്. സിനിമയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ കൊച്ചുമോള് ധർമ്മ, നിങ്ങളൊക്കെ വളർന്നു വലുതാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ സഹജീവികൾ, സഹപ്രവർത്തകർ, നമ്മുടെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ, അവരെയൊക്കെ മറക്കരുത്. ഒരു കാലം കഴിയുമ്പോൾ എല്ലാവരും വിട്ടുപോകും. മനുഷ്യനല്ലേ, നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ. ഒരു കാലം കഴിയുമ്പോൾ നമ്മളാരെ ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നു, ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയെന്നില്ല, എൻ്റെ വാക്കുകൾ പുറത്തേക്ക് വന്നു വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെന്നെ വെറുക്കുന്ന ഒരു സാഹചര്യത്തോട്ട് പോകരുത്. നമ്മളെല്ലാം സഹജീവികളാണ്. ആ ഒരു സ്നേഹവും വിശ്വാസവും ബഹുമാനവും എല്ലാം എൻ്റെ ഈ പുതിയ താരങ്ങൾ എന്നിവരെല്ലാം അനുമോദിക്കാനായിട്ട് ഇബ്ബാഗിൽ ഇരിക്കുന്നു. ഇവരൊക്കെ അനുമോദനം വായിക്കാനിരിക്കുകയാണ്. ഇബ്ബാഗിന്റെ ആദ്യത്തിന് വേണ്ടി ഞാനിത് കാണുന്നത്. എന്തായാലും നിങ്ങളെല്ലാം ഈ സിനിമയിൽ വളരെ ഭംഗിയായിട്ട്, സുരേഷ് ജീവിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് സുരേഷ്, ഈ സിനിമയിൽ കണ്ടു. എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു. എന്തായാലും ഇത്രയും കലാകാരന്മാരെ ഈ നാട്ടിൽ സൃഷ്ടിക്കുന്ന തുളസിക്കും അദ്ദേഹത്തിന്റെ മകൾ ധർമ്മയ്ക്കും എല്ലാവിധ ഭാവുകളും ആശംസകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം ശ്രീ തുളസി ചെയ്തൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളുടെ ഈ ധർമ്മയ്ക്ക് ഞങ്ങളൊരു അഭിനന്ദനം അല്ലെങ്കിൽ ഒരു അനുമോദനം ഏർപ്പാട് ചെയ്തു. അതൊരു വലിയ സംഘടനയായിരുന്നു, കുണ്ടറയിലെ ഒരു വലിയ സംഘടനയായിരുന്നു അത് ഏർപ്പാട് ചെയ്തത്. ഞാൻ എൻ്റെ സുഹൃത്ത് തുളസി വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ആ അനുമോദനം ഞങ്ങൾക്ക് വേണ്ട. അത് കഴിഞ്ഞു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫാസിൽ ഞങ്ങളൊന്ന് അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വരും. അദ്ദേഹം വന്നു, മോളെ കൊണ്ടുവന്നു, ഞങ്ങളുടെ അനുമോദനവും ആശംസയും ഏറ്റുവാങ്ങി. ഞാൻ മനസ്സിലാക്കി എങ്ങോട്ടാണ് തുളസിയുടെയും ധർമ്മയുടെയും പോക്ക് നീക്കി. അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. ആരും മുഷിപ്പിക്കുന്നില്ല. 6:45 കഴിഞ്ഞു. ഇത്രയും താമസിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഈ സിനിമ പറഞ്ഞ പോരായ്മകളൊക്കെ ഞാൻ ഏറ്റെടുക്കുന്നു. അടുത്ത തവണ എന്നെ കൊണ്ട് കഴിയുന്നില്ല, അത് ശരിയാക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ പറഞ്ഞ കാര്യത്തോടെ തുടങ്ങാം. ഞാൻ പ്രകൃതിയിൽ നോക്കിയാണ് പഠിച്ചിട്ടുള്ളത്. കാര്യം അച്ഛനും അമ്മയും ഞങ്ങളെ വളരെ ചെറുപ്പം തൊട്ടേ പച്ചയായ മനുഷ്യരായിട്ട് ജീവിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടു വളർന്ന നമ്മളെ പറയുന്ന ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സാധനങ്ങൾ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനങ്ങളും. നേരത്തെ പെരുമ്പുഴമ്മ പറഞ്ഞ പോലെ ആൽമരങ്ങൾ, അതായത് എത്ര ഉയരത്തിൽ വളരുന്ന മരങ്ങളായാലും താഴേക്ക് അതിന് നല്ല രീതിയിൽ വേരുകളുണ്ടാവും. അങ്ങനെയുള്ള മരങ്ങൾ മാത്രമേ പ്രകൃതിയിൽ പിടിച്ചു നിൽക്കാറുള്ളൂ. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞവരൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടി വരും. കാര്യം മനുഷ്യനൊക്കെ വളരെ നിസ്സാരന്മാരാണ്. ഇപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് പറയുമല്ല, നമ്മുടെ സിനിമ നടന്നുകൊണ്ടിരുന്നു, ഇപ്പൊ ഒരു വീഴ്ച ഉണ്ടായി, കുറച്ച് വരികയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോൾ പറയുന്നത് ഞാൻ പഠിച്ചു പോവാം. ഇതെല്ലാം വളരെ ചുരുക്കം സമയത്ത് സംഭവിക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല, ഞാനാണ് എന്തൊക്കെയോ ആണെന്ന് വെറുതെ മനസ്സിലെ തലേ ചുമന്ന് നടക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ആ ഒരു സാധനം മാറ്റി വെച്ചാൽ എല്ലാവരും വളരെ നിഷ്കളങ്കരും പല സമാധാനപ്രിയരുള്ള മനുഷ്യരാണ്. അങ്ങനെയുള്ള നല്ല മനുഷ്യരാവുക. പിന്നെ നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ കാര്യം, ആരും പറയാൻ പഠിക്കുന്ന ഒരു കാര്യം, ഏറ്റവും വലിയ വിഷമം രാഷ്ട്രീയക്കാർ പോലും ഏറ്റെടുക്കാൻ പഠിക്കുന്ന വിഷയമാണ്. അങ്ങനെ പറയാൻ പഠിക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം വളർത്താൻ നമുക്ക് കഴിയുന്നില്ല. എന്നാലും നമ്മൾ പറയുന്ന വിശ്വാസികളല്ല, നമ്മൾ അന്ധവിശ്വാസത്തിനെയാണ് പറയുന്നത്. നമ്മൾ ഈ സാധനത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം അയ്യോ അത് ഞാൻ ചെയ്യണോ എന്ന് ചോദിച്ചവരുണ്ട്. കാര്യം പേടിയാണ്. അതിനകത്തൊരു ഡയലോഗ് പുറത്തമ്മയെ കൊണ്ട് പറയിപ്പിച്ചത് പോലും അതുകൊണ്ടാണ്. ഭക്തിയല്ലേ, ആരും ഒന്നും പറയത്തില്ല. ഈ ഒരു സാധനമാണ് ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സംഭവിച്ച എല്ലാ കൊലപാതകങ്ങളും നമ്മൾ എടുത്തു നോക്കി അതിന്റെ പിറകിൽ ഒരു ഇതുണ്ടാവും. ഏതെങ്കിലും ഒരു ജ്യോത്സ്യം പറഞ്ഞു. നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കാൻ, നിങ്ങൾ പറയുന്ന ദൈവം ഒരാളെ
കൊല്ലാൻ പറയുന്നത്. നമ്മുടെ ഒരു സഹജീവിയെ കൊല്ലാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറഞ്ഞ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ കണ്ടുവളർന്ന ഏറ്റവും നല്ല വിശ്വാസിയായിട്ട് അമ്മമ്മയാണ്. രാവിലെ എല്ലാ ദിവസവും എഴുന്നേറ്റ് കുറിച്ച് തെറ്റിക്കുന്ന അമ്പലത്തിൽ പോയി ശിവൻ എന്റെ അടുത്ത ആളാണെന്ന് പറയുന്ന ആളാണ്. അമ്മമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ വിശ്വാസം കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. അതെനിക്കൊന്നും വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല, വേറെ മരുന്നിനും മന്ത്രത്തിനും ഒന്നും മാറ്റാൻ പറ്റില്ല. അമ്മമ്മ വീണ് കിടന്നപ്പോഴും നമ്മുടെ തന്നെ ഇടപ്പോയി ശിവൻ വീണപ്പം രക്ഷിക്കാൻ വേണ്ടി നമ്മൾ കുറിച്ച് അച്ഛൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്, അതുകൊണ്ടാണ് മക്കളെ ഇത്രയല്ലേ പറ്റുള്ളൂ, ശിവനുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഉത്തരം. അവിടെയാണ് ഞാൻ ആലോചിച്ചത്, സാധാരണക്കാർ ഒരുപാട് പേരെ പിടിച്ചു നിൽക്കുന്ന ഈ വിശ്വാസമാണ്, അതായിക്കോളൂ. പക്ഷെ അന്ധവിശ്വാസം മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന അല്ലെ അവരെ ഇല്ലായ്മ ചെയ്യുന്നത്, അത് നമ്മൾ പറഞ്ഞ ശത്രുസംഹാരം പറയുന്നുണ്ട്, കായോ കാലം തല്ലി വിളിച്ചാൽ മതി, ഒരു ദൈവത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് തുല്യമല്ലേ ഇത്. അവിടൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. വിദ്യാഭ്യാസം തരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വിവേകവും കൂടി ഉണ്ട്. ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് 10+ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വലിയ ഇതെല്ലാം ഉണ്ട്, റാങ്കൊക്കെ മാറ്റി പിള്ളേർ പാസ്സാവുന്നുണ്ട്. പക്ഷെ ഈ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ളൊരു വിവേക ബുദ്ധി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വെളിച്ചം, വളരെ ചെറിയൊരു വെളിച്ചം അങ്ങനെ ആർക്കെങ്കിലും ആരുടെയെങ്കിലും തലയിലൊന്നും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ ചെറിയൊരു സംരംഭം. അത് നിങ്ങൾ ആരെയും മുഷിപ്പിക്കുന്നില്ല. പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.
നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിലുള്ള 15ാമത്തെ സിനിമ, സെക്കൻഡ് എഡിഷനിലെ 2ാമത്തെ സിനിമ സ്വാഹ ഇന്നലെ വൈകുന്നേരമാണ് റിലീസ് ചെയ്തത്. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആ സിനിമ 1000-ലധികം പേർ കണ്ടു എന്ന് പറയുന്ന ഒരു സന്തോഷകരമായ വാർത്തയാണ്. അങ്ങനെ ഈ സിനിമ കണ്ട മുഴുവൻ പേരെയും ഞങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. ഒപ്പം ഈ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഈ സിനിമ കാണാൻ ഇനിയും സമയം കണ്ടെത്തിയില്ലെങ്കിൽ ഇന്നെങ്കിലും ഒരു സമയം കണ്ടെത്തി ഈ സിനിമ സ്വാഹ കാണുകയും തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സിനിമ കാണുമ്പോൾ അതൊന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. കാരണം 15 സിനിമകളുടെ പൂർത്തീകരണമാണ് നടന്നത്. അതിനനുസരിച്ച് കുറേയധികം പേരിലേക്ക് ഈ സിനിമ എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തണമെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു സാങ്കേതിക മിഷനറിയാണ്. അതിനകത്ത് നമ്മുടെ ബന്ധങ്ങളും സ്വന്തങ്ങളും അല്ല കാര്യം, അതിനെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കിട്ടുന്നത്. അതിനകത്ത് ലൈക്കിനും കമൻറ്റിനും ഷെയറിനും ഒക്കെയാണ് അതിനകത്ത് അവർ പരിഗണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടാൽ ഉടൻ തന്നെ യൂട്യൂബിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് അതൊരു ലവ് ചിഹ്നമാവട്ടെ, വേറെ എന്തെങ്കിലും ഒരു ഇമോജി ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ 2 വാചകങ്ങളാവട്ടെ, അത് അതിലേക്ക് എഴുതുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കൂടി ഈ സിനിമ കാണാൻ ഒന്ന് പ്രേരിപ്പിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.